കേന്ദ്ര സർക്കാരിനെതിരെ ഡൽഹിയിൽ കർണാടക സർക്കാർ സംഘടിപ്പിക്കുന്ന സമരത്തിന് തുടക്കമായി. മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ എന്നിവർ സമരത്തിന് നേതൃത്വം നൽകുന്നുണ്ട്. ഇതേ വേദിയിലാണ് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ മന്ത്രിമാരും ഇടത് MPമാരും MLAമാരും നാളെ പ്രതിഷേധിക്കുക. കേന്ദ്രത്തിനെതിരായ കേരളത്തിന്റെ സമരത്തിന് പിന്തുണയുന്ന കർണാടക ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ. കേരളത്തിലും കർണാടകയിലും സമാന പ്രതിസന്ധിയാണുള്ളത്. സഭാ സമ്മേളനമുള്ളതുകൊണ്ടാണ് നാളത്തെ കേരളത്തിന്റെ സമരത്തിൽ പങ്കെടുക്കാത്തതെന്നും DK ശിവകുമാർ പറഞ്ഞു. We are asking for our rights. It is purely our right. Whatever the percentage we are supposed to get, we are getting only 13%. We don't let some other states also be benefited. I don't mind. Kerala government has written to my chief minister. We have an assembly session. Lot of issues are there. After all, they are our neighbors. They are our neighbors. We respect them. We respect them. They are contributing to the world's economy, country economy. ജന്തർ മന്ദറിൽ നിന്നും അച്യുതൻ വിവരങ്ങളുമായി ചേരുന്നു. അച്യുതൻ, കേരളത്തിന്റെ സമരത്തിന് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിക്കുകയാണ് കർണാടക. അതോടൊപ്പം തന്നെ കേരളത്തിലും കർണാടകത്തിലും സമാന സാഹചര്യമാണ് ഉള്ളതെന്നും ഇപ്പോൾ DK ശിവകുമാർ വ്യക്തമാക്കുന്നു. ഇപ്പോൾ നടക്കുന്ന സമരം എത്രത്തോളം ശക്തമാണ്? ഏതൊക്കെ പ്രമുഖർ വേദിയിലുണ്ട്? സമരം ഇപ്പോൾ എങ്ങനെ മുന്നോട്ട് പോകുന്നു? അച്യുതൻ. ശ്രീലക്ഷ്മി, കേന്ദ്രത്തിനെതിരായ കർണാടക സർക്കാരിന്റെ സമരം മുന്നോട്ട് പോവുകയാണ്. ഇപ്പോൾ നിലവിൽ മുഖ്യമന്ത്രി സിദ്ധരാമയ്യാണ് സംസാരിക്കുന്നത്. അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നത് ഈ സംസ്ഥാനം കൃത്യമായിട്ട് നികുതി വിഹിതം കേന്ദ്രത്തിന് നൽകുന്നുണ്ട്. പക്ഷേ അതിന് അർഹതപ്പെട്ട വിഹിതം തിരികെ സംസ്ഥാനത്തിന് ലഭിക്കുന്നില്ല എന്ന ആരോപണമാണ് സിദ്ധരാമയ്യ ആവർത്തിക്കുന്നത്. അതായത് 100 രൂപ നൽകുമ്പോൾ 30 രൂപയാണ് സംസ്ഥാനത്തിന് കിട്ടേണ്ടത്. പക്ഷെ ആ തുക പോലും സംസ്ഥാനത്തിന് ലഭിക്കുന്നില്ല. കടുത്ത വിവേചനമാണ് നേരിടുന്നത്. മാത്രമല്ല, ഇത് പൊതുവെ ദക്ഷിണ ഇന്ത്യൻ സംസ്ഥാനങ്ങളോട് BJPയുടെ സമീപനം ഇത്തരത്തിലാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. DK ശിവകുമാറും ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ചത് ഇത്തരം വസ്തുതകൾ മുൻനിർത്തിയാണ്. അദ്ദേഹം പറഞ്ഞത് കാലാകാലങ്ങളായി കൃത്യമായി വിഹിതങ്ങൾ നൽകുന്നുണ്ടെങ്കിലും ഇതിന്റെ തുക തിരികെ നൽകണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ ഇതുവരെയും 1 രൂപ പോലും തിരികെ ലഭിച്ചിട്ടില്ല എന്നാണ് അദ്ദേഹം ഈ പ്രതിഷേധ സമരത്തിന്റെ ഭാഗമായി അദ്ദേഹം സംസാരിച്ചത്. മാത്രമല്ല, ഈ കേരള സർക്കാരിന്റെ സമരത്തിന് പിന്തുണ നൽകുന്നുണ്ടോ എന്ന ചോദ്യത്തിന് DK ശിവകുമാർ പ്രതികരിച്ചത് പൂർണ്ണ പിന്തുണ നൽകുന്നു. കാരണം ഇത്തരം വിഷയങ്ങൾ, അത് BJP ഭരിക്കുന്ന സംസ്ഥാനമായാലും BJP ഇതര സംസ്ഥാനമായാലും ഈ വിഷയങ്ങളിൽ പിന്തുണ നൽകുന്നു എന്നുള്ള കാര്യമാണ് DK ശിവകുമാർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും സമരം ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ശരി അച്യുതൻ.